സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു വെണ്ടയ്ക്കാക്കറി ഉണ്ടാക്കിയാലോ? നമ്മുടെ മിക്ക വീടുകളിൽ തന്നെ എപ്പോഴും തന്നെ ഉള്ളൊരു സാധനമാണ് വെണ്ടയ്ക്ക. അപ്പം അത് വെണ്ടയ്ക്ക ഉപയോഗിച്ച് നല്ലൊരു മസാലക്കറി തയ്യാറാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ മസാലക്കറി. അപ്പോൾ നമ്മുടെ വീട്ടിലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക തോരനൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തരത്തിലുള്ളൊരു മസാലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ബാധ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിന് വേണ്ട സാധനങ്ങൾ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക, സവോള, തക്കാളി, പച്ചമുളക്, തൈര്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉലുവ, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം. ഇനി നമുക്ക് മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പാൻ ചൂടാക്കി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. 200 ഗ്രാം വെണ്ടയ്ക്കയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആ വെണ്ടയ്ക്ക നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ചെറിയ പിഞ്ച് വെണ്ടയ്ക്കാണ് ഏറ്റവും നല്ലത്. മൂത്ത് പോയാൽ പെട്ടെന്ന് അത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇച്ചിരി വിഷമമായിരിക്കും. പിഞ്ചാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് പിഞ്ച് പ്രത്യേകമായിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഒരുവിധം വലിപ്പത്തിലല്ലേ അരിഞ്ഞിരിക്കുന്നത്. ഒരുവിധം ഞങ്ങൾ നീളത്തിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുവാണെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോവുകയല്ല. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് അത് വഴന്നു വരും. വെണ്ടയ്ക്കാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറെ പാനൊന്നും വേണ്ട. ഈ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കൂടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഉണ്ടല്ലേ, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്ന സവോളയാണ്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് നടുവേ കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരല്പം കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം. സവോള ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താലോ? തക്കാളി ഇട്ട് കൊടുക്കാം അല്ലേ. ഇവിടെ ഞങ്ങൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളിയും കൂടി ഈ സവോളയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് മസാലകളെല്ലാം പൊടികളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരം വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇനി നിങ്ങൾക്ക് അല്പം എരിവൊക്കെ വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളിവിടെ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടുതൽ ഞങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഒരു നുള്ള് കായോ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ സവോള വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ഒരല്പം അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ കിടന്ന് തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണ്ടേ? നമുക്കൊന്ന് മൂടി വെക്കാം അല്ലേ? ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം.
നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. നല്ല കളർഫുൾ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ തന്നെ. ആ വെള്ളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയില്ല, നന്നായിട്ട് വറ്റി. എന്താ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല മണം കണ്ടോ, പച്ചമുളക് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി ആ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു അരക്കപ്പ് തൈരാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സാധാരണ സാമാന്യം പുളിയുള്ളൊരു തൈരാണ്. ഇനിയിപ്പോൾ പുളി കുറവാണെങ്കിൽ ഒരു അരക്കപ്പ് കൂടുതൽ ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് ഒഴിക്കുന്ന സമയത്ത് ചിലപ്പം കറിക്ക് കുറച്ച് അല്പം ഉപ്പ് കുറവായിരിക്കും. തൈര് ഒഴിക്കുമ്പോൾ ഉപ്പ് ചിലപ്പം മുന്നോട്ട് നിൽക്കണം. അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി, ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കില്ല, നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഉപ്പുണ്ടോ? ഉപ്പ് കൂടെ വേണം അല്ലേ? തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാലോ? ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ചാൽ ആ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തൈര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വഴറ്റി വെച്ച വെണ്ടയ്ക്കയുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ ഞങ്ങൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ലേശ സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ തൈരിൻ്റെ പുളി എല്ലാം വെണ്ടക്കയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അല്ലേ? നമുക്കിനി മൂടി വെച്ചാലോ? ഇനി മൂടി വെക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അല്പം വെള്ളമൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെള്ളം കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം, ഗ്രേവിയൊക്കെ നന്നായി പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. വെള്ളമൊക്കെ പറ്റി നല്ല ഗ്രേവി ആയിട്ടുണ്ടല്ലേ? നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? ഉപ്പും ആ പുളിയൊക്കെ ഉണ്ട്, നല്ല ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു കറിയിലും ചോറിനാണെങ്കിലും നമുക്ക് കൂട്ടാം അല്ലേ, ഈ ഒരു കറി കൂട്ടി. അപ്പം നമ്മുടെ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ, നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ വേഗം തന്നെ, വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റിയ ഒരു കറി അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ വീട്ടിൽ തനിച്ചാൽ പോലും താമസിക്കുന്നവർക്കാണെങ്കിൽ തന്നെ വേഗം വെണ്ടയ്ക്ക എടുത്തുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് കഴുകി നല്ല വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എന്നും ഞങ്ങൾ പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.